നമസ്കാരം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടം തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ അത് വലിയ തോതിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു ആ ആക്ഷേപം. എന്തായാലും ഇപ്പോൾ യുവതികളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് അതേ രാഹുൽ മാങ്കൂട്ടത്തിന് അതേ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താകേണ്ടി വന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുകയാണ്. വ്യാജ ID കാർഡ് ഉപയോഗിച്ചു എന്ന പരാതിയിന്മേൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ക്രൈംബ്രാഞ്ച്. ശനിയാഴ്ച ഹാജരാകണം എന്നാണ് നിർദ്ദേശം. അന്ന്, അതായത് ഈ പരാതി ഉയർന്നു വന്ന ഘട്ടത്തിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. അത് ആവർത്തിക്കുമോ എന്നതാണ് ഇനി പ്രധാനം. 9 മണി വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇതുവരെയുള്ള വാർത്തകൾ വളരെ വേഗത്തിൽ. ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തി 25% പിഴത്തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ. അധിക തീരുവ 50%-ലേക്ക് ഉയരും. ഇന്ത്യയുടെ താൽപര്യങ്ങൾ ബലികഴിക്കില്ലെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് താനെന്ന വാദം വീണ്ടും ഉന്നയിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പ്രധാനമന്ത്രി മോദിയെ വിളിച്ചുവെന്ന അവകാശവാദം. സൈനിക നടപടി നിർത്തിയില്ലെങ്കിൽ വ്യാപാര കരാർ ചർച്ച ഒഴിവാക്കുമെന്ന് പറഞ്ഞുവെന്നും ട്രംപ്. പ്രസ്താവന വൈറ്റ് ഹൗസിലെ ക്യാബിനറ്റ് യോഗത്തിനിടെ. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര 11ാം ദിനത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് പങ്കുചേരും. യാത്രയ്ക്കൊപ്പം പ്രിയങ്കയും തുടരുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്ക്. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. ശനിയാഴ്ച ഹാജരാകാൻ നോട്ടീസ്. നടപടി പ്രതികളുടെ ശബ്ദ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുള്ള പശ്ചാത്തലത്തിൽ. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിരോധനം തുടരുകയാണ്. ഇടിഞ്ഞ കല്ലും മണ്ണും ഇന്ന് നീക്കും. പരിശോധന പൂർത്തിയാകും വരെ നിരോധനം തുടരും. വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട കുറ്റ്യാടി ചുരത്തിലും ഗതാഗത കുരുക്ക്. സ്വത്ത് സമ്പാദന കേസിലെ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ ADGP MR അജിത് കുമാറിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ഇടക്കാല ഉത്തരവ് ഉണ്ടായേക്കും. തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് വിജിലൻസ് കോടതി അസാധുവാക്കിയത് വസ്തുതകൾ പരിഗണിക്കാതെയെന്ന് അജിത് കുമാറിന്റെ വാദം. ബലാത്സംഗ കേസ് റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച്. വേടനെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാർ. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധമെന്ന് വേടൻ. കേരള ഫിലിം ചേംബർ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇന്ന്. പോരാട്ടം അനിൽ തോമസ്, ശശി അയ്യഞ്ചിറ പാനലുകൾ തമ്മിൽ. സാന്ദ്ര തോമസ് മത്സരിക്കുന്നത് സെക്രട്ടറി സ്ഥാനത്തേക്ക്. കോഴിക്കോട് സരോവരത്ത് യുവാവിനെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഇന്ന് ചെളി നീക്കി പരിശോധന. പ്രതികളെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തേക്ക് എത്തിക്കും. മരിച്ച വിജിലിന്റെ ബൈക്ക് കണ്ടെത്തിയത് കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന്. റീൽസ് ചിത്രീകരിക്കാൻ യുവതി കാൽ കഴുകിയ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ ഇന്ന് പുണ്യാഹം. ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണം. 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കും. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. ശനിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ ഞെട്ടുന്ന വാർത്ത എന്ത് എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റോടെ BJP കോർ കമ്മിറ്റി അംഗത്തിന് എതിരെ ആണ് VD സതീശൻ പരാമർശം നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ആദ്യം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടം തെരഞ്ഞെടുക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ അത് വലിയ തോതിൽ ചർച്ച ചെയ്യായിരുന്നു. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചു എന്നുള്ളത് യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള പരാതിയാണ്. ഈ പ്രതികളുടെ ശബ്ദ സംഭാഷണത്തിൽ രാഹുലിന്റെ പേരടക്കം ഉയർന്നു വന്ന പശ്ചാത്തലവുമുണ്ട്. ഇപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടം ആ പദവിയിൽ നിന്ന് ഒഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ രാഹുലിന് കുരുക്ക് മുറുകുകയാണല്ലോ. ഈ ഒരു സംഭവത്തിൽ കോൺഗ്രസിന്
രാഹുലിനെ സംരക്ഷിക്കാതിരിക്കുക എന്നത് സാധ്യമാകുന്ന ഒന്നാണോ? രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവുകയാണ്. ഈ വ്യാജരേഖ കേസിലെ 3-ാം പ്രതി അഭിനന്ദ് വിക്രം എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അതിൽ നിന്ന് ലഭിച്ച ഒരു ശബ്ദരേഖയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. നേരത്തെ പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാരിനെയും CPM-നെയും ഒക്കെ വെല്ലുവിളിക്കുന്നത് ഇത്തരം വ്യാജൻ എന്ന് വിളിച്ച് അവകാശിക്കുന്നതിനപ്പുറം എന്താണ് ഇത്രയും വർഷമായി നിങ്ങളുടെ പിണറായിയുടെ പോലീസ് തനിക്കെതിരെ നടപടിയെടുക്കാത്ത, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന ചോദ്യം രാഹുൽ പലപ്പോഴും ഉയർത്തിയിരുന്നു. ഏതായാലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ന നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതുമാണ്. ഇപ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അയാളെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നത്. ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ 3-ാം പ്രതിയുടെ ഫോണിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര്, ഈ ഒരു ശബ്ദരേഖയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിക്കുന്നു. അത് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റായ ഇടപെടൽ നടത്തി എന്നാണോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ട ഇക്കാര്യം ഒക്കെ അറിയാമെന്നാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ആ ശബ്ദ സന്ദേശത്തിന്റെ വസ്തുത തേടിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണങ്ങൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ വലിയ പിന്തുണ, ഒരു മുന്നണി ഒന്നാകെ വലിയ പിന്തുണ നൽകിയിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരത്തിലുള്ള പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കാൻ സാധ്യത കുറവാണ്. കാരണം രാഹുലിനെതിരെ ഇപ്പോഴുള്ള ആരോപണങ്ങൾ രാഹുൽ തന്നെ തെറ്റാണെങ്കിൽ തെളിയിക്കട്ടെ എന്നൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ, അവരുടെ പാർലമെന്ററി പാർട്ടിയിൽ നിയമസഭാ കക്ഷി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ വിഷയത്തിൽ എത്രത്തോളം പിന്തുണ നൽകാൻ കോൺഗ്രസ് നേതൃത്വവും യൂത്ത് കോൺഗ്രസും തയ്യാറാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. തീർച്ചയായും. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ ആരാകുമെന്നത് സംബന്ധിച്ച വലിയ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ കേസ് ഉയർന്നു വരികയും ചെയ്യുന്നത്. അവിടെ അബിൻ വർക്കിക്ക് വേണ്ടി ബാധിക്കുന്ന ആളുകളുണ്ട്. ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ വനിതയാകട്ടെ എന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അരുൺ, ഇതിലുണ്ടാകാൻ പോകുന്ന ഒരു പ്രതിസന്ധി, ഇവിടെ രാഹുലിനെ കൈവിട്ടാൽ ഇത്തരം തെരഞ്ഞെടുപ്പുകൾ പോലും നടക്കുന്നത് വ്യാജമായാണ് എന്ന മട്ടിലുള്ള ഒരു പ്രതീതി ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടാകുമല്ലോ. അത് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ സംഘടനാ തലത്തിലും ബാധിക്കുവാനുള്ള കാര്യം സാധ്യതയില്ലേ? അപ്പോൾ രാഹുലിനെ ഈ സ്ത്രീ വിഷയത്തിൽ മാറ്റി നിർത്തുമ്പോഴും ഈ വ്യാജ കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൂർണ്ണമായും തള്ളിക്കളയുക എന്നതും നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ലേ? തീർച്ചയായിട്ടും. രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യക്തിക്കെതിരെയാണ് ഇപ്പോൾ വരുന്ന സ്ത്രീ പീഡന പരാതി ആരോപണങ്ങളൊക്കെ. പക്ഷേ നേരത്തെ ഉയർന്ന ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ആരോപണം യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതായത് ആ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത തന്നെ ബാധിക്കുന്ന ഒന്നാണ്. അത് വലിയ തിരിച്ചടിയാണ്. ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അത് ശരിയെന്ന് കണ്ടെത്തുകയോ പോലീസ് അന്വേഷണത്തിൽ തെളിവുകൾ പുറത്തുവരികയോ ചെയ്താൽ അത് കോൺഗ്രസ് പാർട്ടിയെ ഒന്നാകെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൽ അഭ്യാസ സൂചിപ്പിച്ചത് പൂർണ്ണമായും രാഹുലിനെ തള്ളിക്കളയാൻ നേതൃത്വം തയ്യാറാകുമോ എന്ന വലിയ ചോദ്യം തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുലിനെ പിന്തുണ നൽകാനുള്ള സാധ്യതയും വിരളമാണ്. രാഹുൽ ആ രീതിയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നൊരു പൊതുബോധ്യം വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സംരക്ഷണം രാഹുലിന് കിട്ടുമെന്ന കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത്ര എളുപ്പമല്ല അത്തരത്തിലൊരു സംരക്ഷണം പൂർണ്ണമായും രാഹുലിന് കിട്ടാൻ. അതോടൊപ്പം VD സതീശൻ ഇന്നലെ പറഞ്ഞ പ്രതികരണം, അത് ഇതുവരെയും VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ ശരീരഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടു കൂടിയും കോൺഗ്രസിന് മാത്രം പഴിചേരേണ്ടതില്ല, നിങ്ങൾ സൂക്ഷിച്ച് കളിച്ചാൽ മതിയെന്ന് CPM-നോട് പറയുന്നു. BJP-യോട് ആകട്ടെ, നിങ്ങൾ പ്രതിഷേധവുമായി കൊണ്ടുവന്ന കാളയുമായി രാജീവ് ചന്ദ്രശേഖരൻ്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തേണ്ടി വരും. അപ്പോൾ രണ്ട് പാർട്ടിയിൽ നിന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടാൻ അല്ലെങ്കിൽ പുറത്തു വരും. അതൊരു പക്ഷേ കോൺഗ്രസിലൂടെയാകാം, അതല്ല എങ്കിൽ മറ്റ് കേന്ദ്രങ്ങളിലൂടെയാകാം. അത് രാഷ്ട്രീയമായി ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ടല്ലോ. ഇടത് കേന്ദ്രങ്ങളും BJP കേന്ദ്രങ്ങളും ഒക്കെ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അരുൺ? CPM-ൽ നിന്നും അതുപോലെ തന്നെ BJP-യിൽ നിന്നും അത്തരം വാർത്തകൾ അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന വാർത്തകൾ പുറത്തുവിടുമെന്ന വെല്ലുവിളിയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് നടത്തിയത്. BJP-യുടെ സംസ്ഥാന കോർ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ ഒരു ലൈംഗിക ആരോപണമാണ് ഈ വാർത്ത എന്നതിനുള്ള അഭ്യൂഹങ്ങളുണ്ട്. പാലക്കാട് കേന്ദ്രീകരിച്ചാണ് ആ ഒരു വാർത്ത വരാൻ സാധ്യതയുള്ളത്. പാലക്കാട് കേന്ദ്രീകരിച്ചാണ് ഒരു പരാതി വന്നതെന്ന സൂചനകളുമുണ്ട്. ഏതായാലും ആ കാര്യത്തിൽ അധികം വൈകാതെ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. CPM നേതാക്കളും കരുതിയിരിക്കണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ നൽകുന്നുണ്ട് കോൺഗ്രസ്
നേതൃത്വം, അല്ലെങ്കിൽ അത്തരമൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഈ തുറച്ച പരാതികൾ അത് വലിയൊരു തിരിച്ചടിയായി കോൺഗ്രസിനെ മാറുമ്പോൾ സമാനമായ ആരോപണങ്ങൾ മറ്റു പ്രധാനപ്പെട്ട 2 പാർട്ടിയുടെ നേതാക്കൾക്കെതിരെയും ഉണ്ട് എന്ന് സ്ഥാപിക്കാനാണ് കോൺഗ്രസ് ശ്രമം. ഏതായാലും പ്രതിപക്ഷ നേതാവ് വലിയ ആത്മവിശ്വാസത്തോട് തന്നെയാണ് വെല്ലുവിളി നടത്തിയത്. എത്രത്തോളം വലിയ ബോംബാണത്, ഞെട്ടിക്കാൻ പോകുന്ന ബോംബാണോ, അല്ലെങ്കിൽ അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും 2 പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയാണ് ഇത്തരം ആരോപണം ഉള്ളതെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതിനെ പരോക്ഷമായി പറയുന്നത്. അത് ആർക്കൊക്കെ എതിരെയാണ്, എങ്ങനെയാണ് അത് പുറത്തു വരാൻ പോകുന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. യെസ്, കേരളം ഞെട്ടുന്ന വിവരങ്ങളായിരിക്കും പുറത്തുവിടാൻ പോകുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ സന്ദീപ് വാര്യർ, നേരത്തെ BJP-യിൽ ഉണ്ടായിരുന്ന സന്ദീപ് വാര്യരുടെ ഒരു FB പോസ്റ്റ് വന്നു. അത് കോൺഗ്രസ് ചെയ്ത പോലെ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകുമോ എന്നുള്ളതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം. അതിൽ നിന്ന് തന്നെ BJP-യിലെ കോർ കമ്മിറ്റിയിലെ അംഗത്തിനെതിരെ ആണ് ഈ പരാതിയോ അല്ലെങ്കിൽ ആക്ഷേപമോ വെളിപ്പെടുത്തലോ ഒക്കെ വരാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ CPI-നെ സംബന്ധിച്ചിടത്തോളം അത് ആർക്ക് എതിരെ എന്നത് സംബന്ധിച്ച സൂചനകൾ ഒന്നും തന്നെ വരുന്നില്ല. പക്ഷേ പ്രബലനായ നേതാവിനെതിരെ എന്നുള്ള ചില വിവരങ്ങൾ ആണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും VD സതീശൻ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ അതെന്ത് എന്നുള്ളത് സംബന്ധിച്ചും സ്ഥിരീകരണത്തിലേക്ക് ആ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയുള്ള വാർത്തകളെയാണ് ആശ്രയിക്കേണ്ടി വരിക. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നത്, ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. വേടനെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ഡാനി പോളാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, വേടനെതിരെ പ്രത്യക്ഷമായ പരാതികളുണ്ട്, മറ്റു ചില ആക്ഷേപങ്ങൾ പുറത്ത് ഉണ്ട് താനും. പക്ഷെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരാതിക്കാരി ആര്, അല്ലെങ്കിൽ ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയം, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ശാരീരിക ബന്ധം പുലർത്തിയത് എന്ന് വേടനും പറയുന്നു. കോടതി ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്ന ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ എത്രത്തോളം നിർണായകമാണ് ഈ വിഷയങ്ങളൊക്കെ? കോടതി ഏത് നിലയിലാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ തന്നെ വളരെ നിർണായകമായ വിധിയുണ്ട്. ഉഭയസമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധത്തെ പീഡനമായി കണക്കാക്കാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ വിവാഹ വാഗ്ദാനത്തിൻ്റെ പേരിലാണ് എങ്കിൽ പോലും അത്തരം ബന്ധങ്ങൾ ഉണ്ടായാൽ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പാക്കൽ അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു ബാധ്യതയായൊന്നും കണക്കാക്കാനാകില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള സാഹചര്യമുണ്ട്. ഈ 2 കേസുകളുണ്ട് എന്നതൊക്കെ കോടതി വിധിയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുണ്ടോ ഡാനി? അഭിലാഷ, ഏതായാലും കേസ് ഇന്ന് വിധി പറയുകയാണ്. ഈ കേസിൽ വേടൻ്റെ നിലവിലുള്ള കേസുകളെക്കുറിച്ച്, നിലനിൽക്കുന്ന കേസുകളെക്കുറിച്ചെല്ലാം തന്നെ വളരെ വിശദമായിട്ട് കോടതി സർക്കാരെ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് എന്താണ് നിലനിൽക്കുന്നത്, അതായത് ആദ്യ കേസ് യുവ ഡോക്ടറുടെ ഒരു പരാതിയിലുള്ളതാണ്. ഇത് കേസ് പരിഗണിക്കുമ്പോൾ തന്നെയാണ് മറ്റ് കേസുകൾ നിലവിലുണ്ട്, മറ്റ് പരാതികൾ നിലവിലുണ്ട് എന്നത് ഇവർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ പ്രതിപാദിച്ചാൽ മതി എന്ന് പറയുകയും അതേസമയം തന്നെ സർക്കാരിനോട് വേടനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ ഉണ്ടെങ്കിൽ ആ കേസുകളുടെ വിശദാംശങ്ങൾ അറിയിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതിലൊരു കേസാണ് ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതികളിൽ ഒന്ന് ഒരു സംഗീതജ്ഞയായ ഒരു യുവതിയുടേതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മോശമായി സമീപിച്ചു, തന്നോട് മോശമായി പെരുമാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതിയാണ്. മീറ്റു സമയത്ത് ഉയർന്നു വന്നൊരു പരാതിയും കൂടിയായിരുന്നു. പിന്നീടാണ് ഇവർ മുഖ്യമന്ത്രിക്കടക്കം 2 പേര് പരാതി നൽകുകയും ചെയ്യുന്നത്. ഈ കേസ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടി ആ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ ഈ കേസ് പരിഗണിക്കപ്പെടുമ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ലൈംഗിക പീഡനമായി വ്യാഖ്യാനിക്കപ്പെടുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. വേടൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയൊരു വിശദീകരണം എന്ന് പറയുന്നത് തന്നെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുവാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട് എന്നതെല്ലാമാണ് വേടൻ്റെ ഒരു വാദമായിട്ട് വേടൻ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇതിൽ ഇന്നലെ വാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത്
ഈ സമയത്ത് അത്രയും താൻ വലിയ രീതിയിലുള്ള കടുത്ത മാനസിക പീഡകൾ അനുഭവിച്ചുവെന്ന് ഈ യുവതി കോടതിയോട് പറയുമ്പോൾ അതിന് വേടൻ്റെ ഭാഗത്തുനിന്ന് അടക്കം അഭിഭാഷകൻ നൽകിയ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ കാലയളവിൽ അത്രയും ഇവർ ജോലിക്കെല്ലാം തന്നെ പോയിരുന്നു എന്നുള്ള മറുവാദങ്ങളെല്ലാം തന്നെ ഇതിൽ ഉയർന്നു വരികയും എല്ലാം തന്നെ ചെയ്തു. എന്തായാലും ഇതെല്ലാം തന്നെ കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന വാദങ്ങളിൽ ഈ വിശദാംശങ്ങളെല്ലാം കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ഇതുവരെയും ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വേടന് സാവകാശം ഒരുക്കി പോലീസ് നൽകിയെന്നൊരു ആക്ഷേപം പോലീസിനെതിരെയും നിലനിൽക്കുന്നുണ്ട്. പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇയാളെ ഒളിയിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു. ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു ഇയാൾക്കെതിരെ. പക്ഷേ ഇയാളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. എന്തായാലും കേസ് പരിഗണിക്കുന്ന ഒരു കാലയളവ് വരെയും പിന്നീട് കോടതി ഇയാളെ അറസ്റ്റ് ചെയ്യരുത്, ജാമ്യത്തിൻ്റെ ഉത്തരവ് തീരുമാനമാകുന്നതുവരെ ഇത് അറസ്റ്റ് ചെയ്യരുത് എന്നതടക്കമുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം കോടതിക്ക് മുന്നിലുണ്ട്. ഇന്ന് കോടതി ഈ കേസിൽ വിധി പറയും. വേടനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിനം വളരെ നിർണായകമാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ശാരീരിക ബന്ധമാണ് എന്ന് വേടൻ പറയുമ്പോഴും നിരവധി പരാതികൾ വേടനെതിരെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ 2 പരാതികൾ പോലീസ് ഒഫീഷ്യലായി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. മറ്റ് കോടതി വാർത്തകളിലേക്ക് വരാം. അതിനു മുമ്പ് മറ്റു ചില വാർത്തകൾ വളരെ വേഗത്തിലൊന്ന് പരിശോധിക്കാം. കേരള ഫിലിം ചേംബറിൻ്റെ പുതിയ ഭാരവാഹികൾ ആര് എന്നത് അറിയാം. ഇന്നാണ് ഇത് സംബന്ധിച്ച വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. രാവിലെ 11:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ്. അനിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള പാനലും ശശി അയ്യഞ്ചിറയുടെ നേതൃത്വത്തിലുള്ള പാനലും തമ്മിലാണ് പ്രധാനമായും മത്സരം നടക്കുന്നത്. നിർമ്മാതാവായ സാന്ദ്ര തോമസ് ശശി അയ്യഞ്ചിറയുടെ പാനലിൽ നിന്നും സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് താമരശ്ശേരി ചുരം വഴി ഗതാഗത നിരോധനം തുടരുകയാണ്. ചുരത്തിൽ ഇടിഞ്ഞ മണ്ണും കല്ലും ഇന്ന് നീക്കം ചെയ്യും. ചുരത്തിൽ വിദഗ്ധ പരിശോധന നടക്കും. പരിശോധന പൂർത്തിയാകുന്നതുവരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴിയോ നാടുകാണി ചുരം വഴിയോ പോകണം എന്നാണ് നിർദ്ദേശം. പക്ഷേ ഈ പാതകളിലും ഇപ്പോൾ അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് വിവരം. റീൽസ് ചിത്രീകരിക്കാൻ യുവതി ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകിയ സംഭവത്തിൽ ഇന്ന് കുളത്തിൽ പുണ്യാഹ ചടങ്ങുകൾ നടക്കും. ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കും. രാവിലെ മുതൽ 18 പൂജകളും 18 ശീവേലിയും വീണ്ടും നടത്തും. ഇതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യൂട്യൂബറായ ജാസ്മിൻ ജാഫറാണ് ഹൈക്കോടതിയുടെ നിരോധനം മറികടന്ന് ക്ഷേത്രക്കുളത്തിലും നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചത്. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ ADGP MR അജിത് കുമാർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടാകും. ക്ലീൻ ചീറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് തള്ളിയ വിജിലൻസ് കോടതി നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് MR അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച ഹൈക്കോടതി തുടർ നടപടിക്ക് നിർദ്ദേശം നൽകിയ വിജിലൻസ് കോടതി ഉത്തരവിന്റെ നിയമസാധുതയിൽ സംശയം ഉന്നയിച്ചിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, അജിത് കുമാറിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒരു പരാതിയാണ് ഈ അനധികൃത സ്വത്ത് സമ്പാദനം എന്നുള്ളത്. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ച് ഈ കീഴുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തുക എന്നതുൾപ്പെടെ നിലവിൽ ഏത് തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത്? ഇന്ന് തന്നെ ഉത്തരവ് ഇറങ്ങുവാനുള്ള സാധ്യതയാണോ കാണുന്നത്? അഭിലാഷ, കേസിൽ ഇന്ന് തന്നെ ഒരു ഇടക്കാല വിധി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ കോടതിയിൽ ഈ ഹർജി പരിഗണനയിലേക്ക് വരുമ്പോൾ കോടതി ചില സംശയങ്ങളും ചില ചോദ്യങ്ങളും എല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഒരു ആദ്യ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അത് അജിത് കുമാറിനെതിരെ തന്നെയായിരുന്നു. അതിൽ പ്രധാനമായും ഉന്നയിച്ചത് ഇത് ആരാണ് ഈ പരാതി അന്വേഷിച്ചത്, ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത് ആരാണെന്ന് ചോദിച്ചു. കീഴുദ്യോഗസ്ഥനാണോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി അന്വേഷിച്ചത്? കാരണം അങ്ങനെയായിരുന്നു ആ കേസിൻ്റെ റിപ്പോർട്ട് നൽകിയിരുന്നത്. വിജിലൻസ് അടക്കം പരാതി അന്വേഷിച്ച റിപ്പോർട്ട് നൽകിയിരുന്നത്. അതെങ്ങനെയാണ് ശരിയാകുക എന്ന് കോടതി ചോദിച്ചു. കാരണം
അതിൽ കോടതി ഉദാഹരിച്ചത് ഒരു ജില്ലാ ജഡ്ജിക്കെതിരെയുള്ള ഒരു ഹൈക്കോടതി ജഡ്ജിക്കെതിരെയുള്ള ഒരു പരാതി ജില്ലാ ജഡ്ജി അന്വേഷിക്കുക, അത് ആ രീതിയിൽ അങ്ങനെ നടത്താൻ കഴിയും. അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിക്കെതിരെയുള്ള ഒരു പരാതി ഹൈക്കോടതി രജിസ്ട്രാർ അന്വേഷിച്ചാൽ അത് ശരിയാവും. അങ്ങനെ ആ രീതിയിൽ ചില ഉദാഹരണങ്ങൾ കോടതി പരാമർശിക്കുകയുണ്ടായി. എങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല, ആ രീതിയിലല്ല ഇതിനെ കാണേണ്ടതെന്ന് കോടതി പറയുകയും ചെയ്തു ഒരു ഭാഗത്ത്. പിന്നീട് അതിൻ്റെ ഒരു കേസ് പരിഗണിക്കുമ്പോൾ കോടതി ഈ കാര്യത്തിൽ വിജിലൻസ് കോടതി നടപടി, അതായത് ഈ വിജിലൻസിൻ്റെ ഒരു ക്ലീൻ ചിറ്റ് നൽകിയ നടപടി തന്നെ തള്ളിക്കൊണ്ടായിരുന്നു വിജിലൻസ് കോടതി ഇത് തുടരന്വേഷണത്തിനടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുവാനായിട്ട് പറഞ്ഞത്. അതാണ് അജിത് കുമാർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിജിലൻസ് കോടതിയുടെ നടപടി അതിന് സാധുതയുള്ളതാണോ എന്ന് കോടതി ചോദിച്ചു. കാരണം ഇക്കാര്യത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ തുടർ നടപടികളടക്കം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് സർക്കാരിൽ നിന്ന് അനുമതി തേടേണ്ടതായിട്ട് വ്യവസ്ഥ ചെയ്യപ്പെടുന്നുണ്ട്. ആ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് കോടതി ആരായുകയുണ്ടായി. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. കാരണം അങ്ങനെ ഒരു വ്യവസ്ഥ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അടക്കമുള്ള ഒരു നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ അനുമതി തേടേണ്ട ഒരു വ്യവസ്ഥ നേരത്തെയും മുൻകാലങ്ങളിലെല്ലാം തന്നെയും അത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊന്ന് ഇതിൽ വന്നിട്ടില്ല എന്ന് കോടതി പറയുകയും ചെയ്തു. അപ്പോൾ അത്തരം കാര്യങ്ങൾ കോടതി ഇന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. അജിത് കുമാർ പറയുന്നത് ഇതൊരു ആക്ഷേപമായി ഉയർന്നു വന്നൊരു കാര്യമാണ്, ഒരു MLA ഉയർത്തിയ ഒരു കാര്യമാണ്, അതിൽ പ്രകാരമാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. തനിക്കെതിരെ യാതൊരു രീതിയിലുള്ള ഒരു തെളിവുകളും ശേഖരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല, യാതൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല, താൻ ഇങ്ങനെ ഒരു അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടില്ല, വെറും ആക്ഷേപങ്ങളും ആരോപണങ്ങളും മാത്രമാണ് തനിക്കെതിരെയുള്ളത്. അതിലാണ് ഈ രീതിയിലുള്ളൊരു കടുത്ത നടപടി നേരിടേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് താൻ വരുന്നത്. അത് വിജിലൻസ് കോടതി നടപടി തന്നെ തുടരന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ശുപാർശ ചെയ്തത് തെറ്റാണ്, അനുചിതമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ഹൈക്കോടതി ഈ വാദങ്ങൾ, ഈ രണ്ട് ഭാഗത്തുമുള്ള വാദങ്ങൾ കേട്ടു. ഹൈക്കോടതിയുടേതായ നിരീക്ഷണങ്ങൾ ഇക്കാര്യത്തിൽ കൊണ്ടുവന്നു. ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത് കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനെതിരെ എങ്ങനെയാണ് ഒരു അന്വേഷണം നടത്തുക എന്നതാണ്. അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് വിജിലൻസ് കോടതി തുടരന്വേഷണത്തിനടക്കം നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യം. അത് സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ അതിന് അനുമതി തേടിയിരുന്നു, അത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ്, അതുണ്ടായിട്ടില്ല എന്നുള്ള കോടതി നിരീക്ഷണവും. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതി ഇടക്കാല വിധി പറയും. അഭിലാഷ്, അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു ADGP MR അജിത് കുമാറിന്. എന്നാൽ അത് പിന്നീട് വിജിലൻസ് കോടതി റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇനി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നിലപാടാണ് ഉണ്ടാകാൻ പോകുന്നത്? പ്രത്യേകിച്ച് അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ചില അദൃശ്യ ശക്തികളുണ്ടോ എന്ന് പോലും നേരത്തെ കീഴ്ക്കോടതി ചോദിച്ച പശ്ചാത്തലമുണ്ട്. മാത്രവുമല്ല മറ്റ് രണ്ട് വിഷയങ്ങൾ, പൂരം കലക്കൽ, ADGP PV വിജയന് എതിരായ പരാമർശം, ഈ രണ്ട് കേസുകളിൽ ADGP MR അജിത് കുമാർ കുറ്റക്കാരനാണ്, വീഴ്ച വന്നിട്ടുണ്ട് എന്ന കണ്ടെത്തൽ സംസ്ഥാനത്തെ മുൻ പോലീസ് മേധാവി നടത്തിയിരുന്നു. ആ റിപ്പോർട്ട് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം, പുതിയ പോലീസ് മേധാവിക്ക് പുനഃപരിശോധനയ്ക്കായി സർക്കാർ തിരിച്ചയച്ച അസാധാരണമായ സാഹചര്യം കൂടിയുണ്ട്. ഇത്തരം പശ്ചാത്തലത്തിലൊക്കെയാണ് ഹൈക്കോടതിയുടെ വിധി നിർണായകമാകാൻ പോകുന്നത്. മലയാളികൾ ഓണാഘോഷ തിരക്കിലേക്ക്. ഓണം പലവ്യഞ്ജന വിപണിയിൽ സർക്കാരിൻ്റെ കീഴിലുള്ള സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നത് വലിയ ആശ്വാസമാണ്. ഓണത്തിന് അവശ്യ സാധനങ്ങൾ പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ആണ് ഇവിടെ ലഭിക്കുന്നത്. ഓണത്തിന് ഒരു കുടുംബത്തിന് ആവശ്യമായ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത 11 ഇനങ്ങൾക്ക് പൊതുവിപണിയിലും സർക്കാരിൻ്റെ കീഴിലുള്ള ഈ സംരംഭങ്ങളിലും ഉള്ള വില വ്യത്യാസം 300 രൂപയോളം ആണ്. വെറുതെ പറയുകയല്ല, കൃത്യമായി ഓരോ ഇടത്തും ചെന്ന് മനസ്സിലാക്കിയതാണ് ഈ വില വ്യത്യാസം. പ്രാദേശികമായി ഓരോ ദിവസത്തെയും മാർക്കറ്റിന് അനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. മലപ്പുറത്ത് നിന്നും CV അനുമോദിന്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഓണക്കാലമാണ്. അവശ്യ വസ്തുക്കളുടെ വിലവർധനവ് സർക്കാർ നിയന്ത്രിക്കുന്നുവെന്നാണ് അവകാശപ്പെടുന്നത്. എങ്ങനെയാണ് പൊതുവിപണിയിലെയും സർക്കാർ സംവിധാനങ്ങളിലെയും അവശ്യ വസ്തുക്കളുടെ വില വ്യത്യാസമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഒരു 6 അംഗ കുടുംബത്തിന് ശരാശരി ഒരു ഓണസദ്യ ഒരുക്കാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കുറുവ അരി 5 കിലോയും അതേപോലെ പച്ചരി 1 കിലോ അങ്ങനെ തുടങ്ങി ഒരു 11 ഇനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ വില
പൊതുവിപണിയിലെയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളായ സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് എന്നിവിടങ്ങളിലെയും വില എത്രമാത്രം വ്യത്യാസമുണ്ട് എന്നതാണ് അന്വേഷിക്കുന്നത് നമ്മൾ. മലപ്പുറത്തെ ഒരു മൊത്ത പലചരക്ക് കടയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇവിടുത്തെ വില എത്രയുണ്ടെന്ന് ആദ്യം നമുക്ക് അന്വേഷിച്ച് നോക്കാം. 1343 രൂപയാണ് നമ്മൾ ഈ സാധനങ്ങൾക്കെല്ലാം കൂടി ഇവിടുന്ന് പൊതുവിപണിയിൽ നമുക്ക് വേണ്ടി വരിക. അരി കുറുവ 42 രൂപയാണ്, പച്ചരി 37 പരിപ്പ് 126 പയർ 90 രൂപയാണ്, ഉഴുന്ന് 116 ഉലുവ 108 രൂപയാണ്, ശർക്കര 56, അതേപോലെ പഞ്ചസാര 45 രൂപ, വെളിച്ചെണ്ണ കേരയാണ് നമ്മൾ ചോദിച്ചത്, അതിന് 510 രൂപയാണ് ലിറ്റർ വില, പായസക്കിറ്റ് 75, പപ്പടം 28, അങ്ങനെ 1343 രൂപയാണ്. അതിൽ വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി കേര അല്ലാതായിരുന്നാൽ കുറച്ച് വില കുറയും. നമ്മൾ നമുക്ക് മറ്റ് 1-2 കടകളിലൂടെ പോവാം. മലപ്പുറത്തെ മറ്റൊരു കടയിലാണ് നമ്മളുള്ളത്. ഇവിടെ മൊത്തമായിട്ടും ചില്ലറയായിട്ടൊക്കെ സാധനങ്ങൾ വിൽക്കും. ഈ ഇതൊരു ശരാശരി എത്ര വരും, ഓരോന്നിൻ്റെയും വിലയും എത്ര രൂപ വരുന്നും കൂടി ഒന്ന് എഴുതരാമോ? 1250. വെളിച്ചെണ്ണ ഇവിടെ ആട്ടുന്നതുകൊണ്ടാണ് നമുക്ക് വില കുറച്ച് കുറവ് കിട്ടുന്നത് അല്ലേ? ഇവിടെ നമ്മൾ ചെയ്യുന്നതാണ്. ഇവിടെ ആട്ടുന്നത് തന്നെ. ഈ വില കുറയാൻ സാധ്യതയുണ്ട് ഈ ദിവസം. വെളിച്ചെണ്ണ മാർക്കറ്റ് ഇനിയും കുറയാം. കഴിഞ്ഞ ഓണം കഴിഞ്ഞ സമയം മുതൽ വില വർധന തുടങ്ങിയതാണ്. പക്ഷെ വെളിച്ചെണ്ണ ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ വിലയിൽ നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടത്. ഇവിടുത്തെ വെളിച്ചെണ്ണ വില 410 രൂപ. ഇവിടെ നാട്ടുന്നതായിട്ട് ഇവർ പറയുന്നത് വില കുറവാണ് എന്നുള്ളതാണ്. 410 രൂപയാണ് ലിറ്ററിന് ഇവിടെ ഉള്ളത്. അങ്ങനെ കണക്കാക്കുമ്പോൾ 1255 രൂപയാണ് ഇവിടെ നമുക്ക് ഈ ഒരു പട്ടിക പ്രകാരം, ലിസ്റ്റ് പ്രകാരം സാധനങ്ങളുടെ വില. മലപ്പുറത്തെ സപ്ലൈകോ സ്റ്റോറിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ. ഇവിടെ സർക്കാരിൻ്റെ സബ്സിഡിയൊക്കെ എല്ലാത്തിനും പ്രഖ്യാപിച്ചതുകൊണ്ട് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം. അത്യാവശ്യം എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. റാക്കുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ചേച്ചി, ഇതിൻ്റെ ഇത്രയും സാധനങ്ങളെ വിലയൊന്ന് എഴുതിത്തരാമോ? ഇവിടെ സബ്സിഡി ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സബ്സിഡി ഉണ്ട്. റേഷൻ കാർഡ് പ്രകാരമുള്ള സബ്സിഡി ഉണ്ട്. അതുപ്രകാരം അരിക്ക് 33 രൂപയാണ് വില, പച്ചരിക്ക് 29 രൂപ, പരിപ്പിന് 93, വൻപയറിന് 70, ഉഴുന്നിന് 90, ഉലുവയ്ക്ക് 85 രൂപ. ശർക്കര പല നിലവാരത്തിലുണ്ട്. മറയൂർ ശർക്കരയൊക്കെ ആണെങ്കിൽ വലിയ വിലയുണ്ട്. സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന അച്ച് ശർക്കരയ്ക്കാണെങ്കിൽ 87 രൂപ, പഞ്ചസാര 35, വെളിച്ചെണ്ണ 339 രൂപയേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സബ്സിഡി ഉള്ളതുകൊണ്ട് വില കുറവാണ്, 339 രൂപ. പായസത്തിൻ്റെ കിറ്റ് 68. പപ്പടം ഇവിടെ ഇല്ല. പിന്നെ പാക്കിംഗ് ചാർജ് ഒരെണ്ണത്തിന് 2 രൂപ വെച്ചും കണക്കാക്കേണ്ട. അങ്ങനെ 981.50 അതിൻ്റെ കൂടെ പാക്കിംഗ് ചാർജ് ഉൾപ്പെടെ കൂട്ടുമ്പോഴും 1000-നടുത്ത് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുക. എന്നിരുന്നാൽ പോലും പൊതുവിപണിയേക്കാൾ വിലക്കുറവാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണക്കാർക്ക് എന്തുകൊണ്ട് സപ്ലൈകോയുടെ ഈ സ്റ്റോറുകൾ ഓണക്കാലത്ത് ആശ്വാസമാകുന്നു, ആശ്രയമാകുന്നു എന്നുള്ളത് ഈ ഒരു വില വ്യത്യാസം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സപ്ലൈകോയുടെ പോലെ തന്നെ സാധാരണക്കാർക്ക് ഓണക്കാലത്ത് സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ നൽകുകയാണ് കൺസ്യൂമർ ഫെഡും. നമ്മൾ മലപ്പുറത്തെ കൺസ്യൂമർ ഫെഡിൻ്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലാണ് ഉള്ളത്. നമുക്ക് ഇവിടെയും ഈ ഒരു പട്ടിക പ്രകാരം ഉള്ള സാധനങ്ങൾക്ക് എത്ര രൂപയാവും നോക്കുക. അനുപേട്ട, ഇതിലുള്ള സാധനങ്ങൾ നോക്കിയിട്ട് എത്ര രൂപ? അരി നമ്മൾ ഇപ്പോൾ കുറുവ മട്ട മാർക്കറ്റിൽ മട്ടയ്ക്ക് ഇപ്പോൾ 55 രൂപ വരുന്നുണ്ട്. നമ്മളിപ്പോൾ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നത് 33 രൂപ 1 കിലോ. കുറുവയും അതേ റേറ്റാണ്. അതും മാർക്കറ്റിൽ 44 രൂപ വരുന്നുണ്ട്. 33 രൂപ. പിന്നെ പഞ്ചസാര 46 രൂപ മാർക്കറ്റ് വില ഉണ്ട്. നമ്മൾ സബ്സിഡി കൊടുക്കുന്നത് 34.65. റേഷൻ കാർഡ് വേണ്ടി വരും. കാർഡ് വേണം. കാർഡ് ഇല്ലെങ്കിൽ അപ്പോൾ പുതിയ ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് നമ്പർ വാങ്ങുന്നുണ്ട്. കാരണം നമ്പർ അടിച്ചു കൊടുത്താലും നമുക്ക് അറിയാൻ കഴിയും. ഇതാണ് കൺസ്യൂമർ ഫെഡിൻ്റെ നമ്മൾ കൊടുത്ത പട്ടിക പ്രകാരമുള്ള ഒരു വില വിവരം. 1035 രൂപ. ഏകദേശം സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും ഒരുപോലെ തന്നെയാണ്. സപ്ലൈകോയിൽ പപ്പടം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട്. മാത്രമല്ല പാക്കിംഗ് ചാർജും കുറച്ച് 10-16 രൂപയുണ്ട്. 1035 രൂപയാണ് കൺസ്യൂമറിൽ. അപ്പോൾ എന്താണെങ്കിലും പൊതുവിപണിയിൽ ഓണക്കാലത്ത് കൺസ്യൂമർ ഫെഡും സപ്ലൈകോയും സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അത് ഈ നമ്മൾ തിരഞ്ഞെടുത്ത സാധനങ്ങളുടെ വില താരതമ്യം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കും. ഇനി ഇതിൽ ഉൾപ്പെടാത്ത ഒരുപാട് സാധനങ്ങൾ ഈ സബ്സിഡിയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ മുളക് വരുന്നുണ്ട്, അതേപോലെ കടല വരുന്നുണ്ട്, ചെറുപയർ വരുന്നുണ്ട്. അങ്ങനെയുള്ള അവശ്യ സാധനങ്ങൾ കൂടി സബ്സിഡിയിൽ പെടുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് സർക്കാർ സംവിധാനങ്ങളിലെ അതുവഴിയുള്ള ഈ ഒരു സാധനങ്ങൾ വാങ്ങുന്നത് വലിയ ആശ്വാസം തന്നെയായിരിക്കും ഈ ഓണക്കാലത്തുണ്ടാവുക എന്ന് കണക്കുകൾ സഹിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.
ഓണക്കാലത്ത് സബ്സിഡി ഐറ്റങ്ങൾ ഇപ്പോൾ സപ്ലൈകോയിലും ത്രിവേണിയിലുമെല്ലാം സുലഭമാണ് എന്നാണ് മലപ്പുറത്ത് നിന്നുള്ള CV അനുമോദിൻ്റെ റിപ്പോർട്ട്. അതായത് ആ സബ്സിഡി ഐറ്റങ്ങൾക്ക് സബ്സിഡി കൂടി ലഭിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നു എന്നാണ് കണക്കുകൾ സഹിതം അനുമോദ് പറയുന്നത്. നേരത്തെ നമ്മൾ ഇടവേളയിലേക്ക് പോയപ്പോൾ സപ്ലൈകോയിൽ നിന്നും ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ നിന്നുമൊക്കെ സാധനങ്ങൾ വാങ്ങിയാൽ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ ഈ ഓണം വിപണിക്ക് അധികം കൈകൊള്ളാതെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. എങ്കിൽ ഇന്ത്യയുടെ മാർക്കറ്റിനെ ഒന്നാകെ ബാധിക്കുന്ന ഒന്നാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയിട്ടുള്ള 25% അധിക പിഴത്തീരുവ എന്നത്. അത് നാളെ മുതൽ ആണ് ടെക്നിക്കലി പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിൽ ആണ് അധിക തീരുവ ചുമത്തുന്നത്. ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം ചുമത്തുന്ന ആകെ അധിക തീരുവ എന്നത് 50% ഉയരും. പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ബ്രസീലിനൊപ്പം ഇന്ത്യയും എത്തുകയാണ്. അതായത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമായി മാറുകയാണ്. അജയ് സുധാ ബിജുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അജയ്, ഈ അധിക തീരുവ ഭീഷണി നേരത്തെ തന്നെ ഉള്ളതാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ത്യ ഈ വിഷയത്തിൽ അങ്ങനെ അമേരിക്കയോടധികം നിലപാട് മാറ്റണമെന്ന തുടർച്ചയായ ആവശ്യങ്ങളോ ഒന്നും പുലർത്തിയിട്ടില്ല എന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കർഷകരുടെ, മൃഗസംരക്ഷകരുടെ, ചെറുകിട വ്യാപാരികളുടെ ഒന്നും താല്പര്യത്തെ ഹനിക്കാനില്ല എന്ന നിലപാട് കൂടിയാണല്ലോ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ അധിക തീരുവ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, നിലവിലെ സാഹചര്യം വെച്ചിട്ട് നാളെ രാവിലെ ഇന്ത്യൻ സമയം 9:30 മുതൽ ഈ പുതിയ പിഴത്തീരുവ ഇന്ത്യക്ക് മേൽ പ്രാബല്യത്തിൽ വരികയാണ്. ആദ്യഘട്ടമായി നടപ്പിലാക്കിയ 25% തീരുവ ഈ മാസം 7-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. ഇതിനോടൊപ്പം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിൽ ചുമത്തിയിട്ടുള്ള തീരുവയാണ് നാളെ മുതൽ നിലവിൽ വരാനായിട്ടിരിക്കുന്നത്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം വെച്ചിട്ട് ഇത് അധിക നാൾ മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഇത് നാളെ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം, പുതിയ തീരുവ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം കുറച്ചുനാൾ കൂടി ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയതിന് ശേഷം പുതിയ തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് വന്ന് പുതിയ വ്യാപാര കരാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സമവായത്തിൽ എത്താനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് രണ്ട് രാജ്യങ്ങളിലെ വ്യാപാരികൾക്കും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനു മുൻപ് ഈ ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി വൈറ്റ് ഹൗസിൽ എത്തി നടത്തിയിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് 2030 $500 ബില്യൺ എത്തിക്കണം എന്നുള്ള ഒരു ചർച്ചകളെല്ലാം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ വ്യാപാര കരാർ രൂപീകരിക്കണമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ 5 തവണ ചർച്ചകൾ നടത്തിയിട്ടും ഒരു വ്യാപാര കരാറിൻ്റെ ധാരണയിൽ എത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ $87.3 ബില്യൺ ബിസിനസ്സാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടത്തുന്നത്. ഇതിൽ ഏതാണ്ട് $44 ബില്യൺ ബിസിനസ് വരുന്ന സാധന സാമഗ്രികൾക്ക് ഈ 50% പിഴത്തീരുവ പ്രാബല്യത്തിൽ വരും. ഇതിൽ നിന്ന് എക്സെപ്ഷൻ ആയിട്ടുള്ളത് മെഡിസിനുകൾ, അതുപോലെ തന്നെ ചില ഇലക്ട്രോണിക് സാമഗ്രികൾ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് എക്സെപ്ഷൻ നൽകിയിട്ടുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട എല്ലാ വ്യവസായങ്ങൾക്കും ഈ തീരുവ നിലവിൽ വരും. പ്രധാനമായിട്ടും ടെക്സ്റ്റൈൽസ് മേഖല, അതുപോലെ തന്നെ ഈ ആഭരണ മേഖല, പിന്നെ വൈര്യം, വജ്രം പോലെയുള്ള സാധനങ്ങൾ, ഇതിനെല്ലാം ഈ ഒരു പിഴത്തീരുവ നിലവിൽ വരും. പ്രധാനമായിട്ടും $10 ബില്യൺ മുകളിലുള്ള ഈ ബിസിനസ്സാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ തുണിത്തരങ്ങളുടെ പേരിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു $10 ബില്യൺ കച്ചവടം ആഭരണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പിന്നെ മെഷീനറി സാധനങ്ങളുടെ കച്ചവടം അത് $6 ബില്യൺ മുകളിലുണ്ട്. പിന്നെ അഗ്രികൾച്ചർ പ്രോഡക്ട്സും പിന്നെ ഈ പ്രോസസ്ഡ് ഫുഡ്, ഇതിൻ്റെ ട്രാൻസ്മിഷൻ വഴി വീണ്ടും ഒരു $6 ബില്യൺ ബിസിനസ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം ബാധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, കനത്ത തൊഴിൽ നഷ്ടം ഇന്ത്യയിലെ വസ്ത്രരംഗത്തും അതുപോലെ തന്നെ ഈ ആഭരണ രംഗത്തും ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൂറത്ത് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും പല ഈ വസ്ത്രനിർമ്മാണ ഫാക്ടറികളും അടച്ചതായിട്ടുള്ള ചില വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. അമേരിക്കയ്ക്ക് ബദലായിട്ട് അമേരിക്ക ഈ കടുത്ത ഈ തീരുവ ചുമത്തുന്നതോടുകൂടി
അമേരിക്കയ്ക്ക് ബദലായിട്ട് പുതിയ മാർക്കറ്റ് കണ്ടെത്താൻ ഇന്ത്യ ഇതിനോടകം തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് മുൻപ് തന്നെ UK-യുമായി പുതിയ വ്യാപാര കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായിട്ട് പുതിയ വ്യാപാര കരാർ ഉണ്ടാക്കാനായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുവൈറ്റുമായിട്ട് ചർച്ചകൾ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ ഖത്തറിലെ വ്യാപാര മന്ത്രി ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ചർച്ചകൾ നടക്കും. കിഴക്കൻ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ കച്ചവടത്തിനായിട്ടുള്ള ഒരു കൂപ്പ് കൂട്ടുന്നുണ്ട്. ജപ്പാനുമായിട്ടെല്ലാം വ്യാപാരം കൂടുതൽ മെച്ചത്തിലാക്കാനുള്ള ചർച്ചയുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജപ്പാനിലേക്ക് പോവുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചൈന സന്ദർശനമുണ്ട്. ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനായിട്ടുള്ള ഉദ്ദേശമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യഘട്ട ചർച്ചകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മാത്രമല്ല അമേരിക്കൻ ഈ തീരുവ വിഷയത്തിൽ പ്രതിസന്ധിയിലാകുന്ന വ്യാപാരികൾക്ക് സഹായമായി പുതിയ സാമ്പത്തിക പദ്ധതികൾ പ്രഖ്യാപിക്കാൻ വേണ്ടി കേന്ദ്രം ചർച്ചകൾ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 25,000 കോടിയുടെ സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ പ്രഖ്യാപിക്കാനായിട്ടുള്ള ഒരു ചർച്ചകൾ ഈ അണിയറയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഈ വ്യാപാര കരാർ വിഷയത്തിൽ തീരുവയുമായി കനത്ത രീതിയിൽ തന്നെ മുന്നോട്ടെന്ന് അമേരിക്ക വ്യക്തമാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അഭിലാഷ്, തീർച്ചയായും അജയ്, ഇവിടെ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കയറ്റുമതിയുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഏതാണ്ട് 19% മുകളിലൊക്കെ ഇന്ത്യയുടെ ആകെ കയറ്റുമതിയിൽ അത് അമേരിക്കയിലേക്കാണ്. ഇപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം വജ്ര വിപണികൾ ഉണ്ട്. അങ്ങനെ ആഭരണ വിപണി എന്നത് വളരെ വലിയ ഒന്നാണ്. അതേസമയം കേരളത്തിലേക്ക് വന്നാൽ നമ്മുടെ കയർ ഉൽപ്പന്നങ്ങളിൽ വലിയൊരു ശതമാനവും അമേരിക്കൻ വിപണിയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നുമുള്ള റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള സംരംഭകരുടെ കിറ്റെക്സ് പോലെയൊക്കെയുള്ള ഗ്രൂപ്പുകളുടെയൊക്കെ വലിയ തോതിലുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. സമുദ്രോൽപ്പന്നങ്ങൾ വ്യാപകമായി അമേരിക്കയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതായത് ഈ അധിക തീരുവയിൽ തീരുമാനങ്ങളില്ലാതെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ അത് കേരളത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് ചായയും കാപ്പിയും പലവ്യഞ്ജന സത്തുക്കളും ഒക്കെ ഏറ്റവും അധികം അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് കേരളത്തിൽ നിന്നാണ് എന്നുള്ളതും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കില്ലേ? തീർച്ചയായിട്ടും ആ വിഷയത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ സാഹചര്യം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകാനുള്ള ഒരു സാധ്യതകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്. ഈ കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ ഈ ലെതറും പിന്നെ ഫുട്വെയർ പോലെയുള്ള പ്രോഡക്ട്സ് എല്ലാം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഉൾപ്പെടെ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഈ വിഷയത്തിലുള്ളത് നമ്മൾ UK-യുമായി പുതിയൊരു വ്യാപാര കരാർ ഇന്ത്യയും UK-യും തമ്മിൽ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പിലേക്ക് മാത്രമല്ല യൂറോപ്യൻ യൂണിയനുമായിട്ട് പുതിയ വ്യാപാര കരാർ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം അമേരിക്കൻ മാർക്കറ്റ് നഷ്ടപ്പെട്ടാലും കേരളത്തിന് ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ പോലെയുള്ള കാര്യങ്ങളും പിന്നെ സമുദ്ര ഉൽപ്പന്നങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെല്ലാം പുതിയൊരു വലിയ മാർക്കറ്റ് കൂടി ഒരു സുഗമമായിട്ട് തുറന്ന് കിട്ടുകയാണ്. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് പോയാലും ഈ കേരളം പോലെയുള്ള ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആശ്രയിക്കാനായിട്ടുള്ള മറ്റ് മേഖലകൾ മറ്റൊരു വശത്ത് ഇന്ത്യയായിട്ട് തന്നെ തുറന്നിടുന്നുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഈ വസ്ത്രനിർമ്മാണശാലകൾ ഈ സൂറത്ത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള കാഞ്ചീപുരം പോലെയുള്ള സ്ഥലങ്ങൾ ഇവിടങ്ങളിൽ ഉൾപ്പെടെയുള്ള ഈ വസ്ത്രനിർമ്മാണ ഫാക്ടറികൾ ഇതെല്ലാം പ്രതിസന്ധിയിലായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ വസ്ത്രനിർമ്മാണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് അധികം പേർക്ക് തൊഴിൽ നഷ്ടം ഉൾപ്പെടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. $10.9 ബില്യൺ കച്ചവടമാണ് വസ്ത്രവ്യാപാര രംഗത്ത് മാത്രം ഇന്ത്യയുമായിട്ട് അമേരിക്ക കച്ചവടം നടത്തുന്നത്. ഇന്ത്യക്ക് ഇത്തരത്തിൽ 50% തീരുവ ഏർപ്പാടാക്കുന്നതോടെ അമേരിക്കയിൽ വൻ മാർക്കറ്റുള്ള ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് വില കുതിച്ചുയരും. ഇത് ഗുണകരമാകാൻ പോകുന്നത് ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് സമാനമായി തന്നെയുള്ള വസ്ത്രങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങൾക്കാണ്. ബംഗ്ലാദേശ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അവിടങ്ങളിൽ ഒരു പുതിയ മാർക്കറ്റ് ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം വസ്ത്രങ്ങൾക്ക് വേണ്ടി ആ രാജ്യങ്ങളെ അമേരിക്കക്കാർ കൂടുതൽ ആശ്രയിച്ചു തുടങ്ങും. ആഭരണ മേഖലയ്ക്കും ഇത് കടുത്ത പ്രതിസന്ധിയാണ്. $10 ബില്യൺ കച്ചവടം അമേരിക്കയുമായി ആഭരണം അതുപോലെ തന്നെ ഈ വൈര്യം, രത്നം പോലെയുള്ള കാര്യങ്ങളുടെ കച്ചവടത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതും കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ നഷ്ടം ഉൾപ്പെടെ സംഭവിക്കും. ഇന്ത്യയുടെ GDP-യുടെ ആകെ 1% കുറവ് ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്.
എന്നാൽ ഈ ഒരു പ്രതിസന്ധി അധികകാലം മുമ്പോട്ട് പോകാനുള്ള സാധ്യതകളില്ല. ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. 2+2 ചർച്ച ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ അതിൽ പ്രതിരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചർച്ചയിൽ വന്നിട്ടുള്ളത് ഈ വിഷയത്തിൽ. എന്നാൽ വ്യാപാര കരാറും വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ട്. എന്നാൽ കൂടുതൽ അക്കാര്യത്തിലേക്ക് ഈ ചർച്ചകൾ കടന്നിട്ടില്ല. 6ാം ഘട്ട വ്യാപാര കരാർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഇന്ത്യയിൽ വെച്ച് നടക്കാനിരുന്നതാണ് ഈ മാസം 25-ാം തീയതി. അതോടൊപ്പം തന്നെ അജയ്, ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ട്രംപിന്റെ ഇത്തരം നയങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ അമേരിക്കയിലും ഉയരുന്ന സാഹചര്യമുണ്ടല്ലോ. അതായത് ഇന്ത്യയിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങളും അമേരിക്കക്കാർക്ക് പ്രിയപ്പെട്ടവയുമാണ്. നമ്മൾ ഈ സൂചിപ്പിക്കുന്ന പോലെ സമുദ്രോൽപ്പന്നങ്ങളാകട്ടെ, പലവ്യഞ്ജന സത്തുക്കൾ ആകട്ടെ, അങ്ങനെയുള്ള പല ഉൽപ്പന്നങ്ങൾക്കും അവിടെ ഇറക്കുമതി തീരുവ വർദ്ധിച്ചതോടെ വലിയ വില വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. വലിയ വില കൊടുത്ത് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കേണ്ടതായും വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനെതിരെ വലിയ വിമർശനങ്ങൾ അമേരിക്കയിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അമേരിക്കയിലും ഈ ഭിന്ന അഭിപ്രായം തന്നെയാണ് ട്രംപിൻ്റെ ഈ തീരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പല ട്രോൾ വീഡിയോകളും അതുപോലെ തന്നെ പല റീലുകൾ ഉൾപ്പെടെ വൈറലാവുകയുണ്ടായിരുന്നു. ട്രംപിനെ കളിയാക്കിക്കൊണ്ടുള്ള, ട്രംപിൻ്റെ ഈ തീരുവ വിഷയത്തെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വൈറൽ റീല് തന്നെ ഈ അടുത്ത് അമേരിക്കയിൽ നിന്ന് തന്നെ വന്നിരുന്നു. ഈ ട്രംപിനെ ഭയപ്പെടുത്തിയ എലിക്ക് വരെ തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് ഉത്തരവിറക്കി എന്നുള്ള രീതിയിൽ പരിഹാസ രൂപേണയായിരുന്നു ഈ റീല് കാണാൻ സാധിച്ചത്. ഇത്തരത്തിൽ അമേരിക്കയിൽ നിന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ വൈറ്റ് ഹൗസിൽ നടന്നിട്ടുള്ള പ്രത്യേക യോഗത്തിൽ ഉൾപ്പെടെ ഈ തീരുവ വിഷയം ചർച്ചയായതിൽ ട്രംപ് തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അണിയറ ചർച്ചകൾ നടത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ജൂൺ 17-ാം തീയതിയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ, ഈ രാജ്യങ്ങളിലെ നേതാക്കൾ തമ്മിൽ ടെലിഫോൺ വഴി ഒരു ഔദ്യോഗികമായിട്ട് ചർച്ച നടന്നത്. അതിനുശേഷം ട്രംപ് ഈ വ്യാപാര കരാർ വിഷയവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയെ ബന്ധപ്പെടാൻ 4 തവണ ശ്രമിച്ചിട്ടും നരേന്ദ്രമോദി ഫോൺ എടുത്തില്ല എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഒരു ജർമ്മൻ പത്രം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ കാര്യം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അത് നിഷേധിച്ചിട്ടുമില്ല, അതേസമയം അംഗീകരിച്ചിട്ടും ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇത്തരത്തിൽ ഏകപക്ഷീയമായി കടുത്ത നിലപാട്, കടുത്ത വ്യാപാര തീരുവ, അതുപോലെ തന്നെ പിഴത്തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തിയതിൽ ഇന്ത്യ ശക്തമായിട്ടുള്ള അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഈ ഏകപക്ഷീയ നിലപാട് അത് തീർച്ചയായിട്ടും ഒരു പ്രതിഷേധാർഹമാണെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ റഷ്യയിൽ നിന്ന് ആണവ സാമഗ്രികളാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ പല കെമിക്കൽസ് ആണെങ്കിലും ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും ഇതെല്ലാം ഇറക്കുമതി ചെയ്യുന്നതിൽ ഇന്ത്യ ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഡബിൾ സ്റ്റാൻഡാണ് ഇന്ത്യയുടെ കാര്യത്തിൽ പുലർത്തുന്നതെന്നും ഇന്ത്യ ശക്തമായ ഭാഷയിൽ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയിട്ടുള്ളതാണ്. യെസ്, അതാണ് ഇന്ത്യ ഈ വിഷയത്തിൽ പലപ്പോഴായി, അതായത് റഷ്യയിൽ നിന്ന് അമേരിക്ക പല ഉൽപ്പന്നങ്ങളും ഇപ്പോഴും വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇന്ത്യ അത് വാങ്ങരുത് എന്ന് ശഠിക്കുന്നത് എന്ത് എന്ന മറുചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് മറ്റു ചില രാജ്യങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി അത് പിന്നീട് അമേരിക്കയ്ക്ക് മറച്ചു വിൽക്കാനുള്ള സാധ്യതയും ഒക്കെയാണ്. അങ്ങനെ വിപണിയെ വലിയ തോതിൽ ബാധിക്കാൻ പോകുന്ന ഒരു തീരുമാനം ആണ് ട്രംപ് കൈക്കൊണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് പിൻവാങ്ങുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്ന വാദം ആവർത്തിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓപ്പറേഷൻ സിന്ദൂറിന് ഇടെ താൻ മോദിയെ വിളിച്ച് ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ ഒഴിവാക്കുമെന്നും കടുത്ത തീരുവ ചുമത്തുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നാണ് ട്രംപ് പറയുന്നത്. തുടർന്ന് 5 മണിക്കൂർ കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചു എന്നാണ് ട്രംപിൻ്റെ വാദം. ആ വിചിത്രവാദം നിൽക്കുമ്പോൾ തന്നെയാണ് ട്രംപ് ഈ തീരുവ വർദ്ധിപ്പിച്ചത് എന്നതാണ് മറ്റൊരു കാര്യം. വൈറ്റ് ഹൗസിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിനിടെയായിരുന്നു ട്രംപിൻ്റെ ഈ പ്രസ്താവന. I'm talking to a very terrific man, Modi of India. And I say, what's going on with you in Pakistan? Then I'm talking to Pakistan on trade. I said, what's going on with you in India? And the hatred was tremendous. Now, this has been going on for a hell of a long time, like sometimes with different names for hundreds of years. But I said, what's going on? I said, I don't want to make a trade deal. No, we want to make a trade deal. I said, no, I don't want to make a trade deal with you. You're going to have a nuclear war. You guys are going to end up in a nuclear war. And that was very important to them. I said, call me back tomorrow, but we're not going to do any deals with you, or we're going to put tariffs on you that are so high. You were there, Howard, right?
you're going to put tariffs on you that was so high, I don't give a damn. Your head's going to spin. You're not going to end up in a war. Within about 5 hours, it was done. വെടിനിർത്തലിന് തയ്യാറായില്ല എങ്കിൽ റഷ്യയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇനിയൊരു ലോക മഹായുദ്ധം പാടില്ല. അതിന് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം. യുക്രൈനിൽ ആയിരക്കണക്കിന് സാധാരണക്കാരാണ് കൊല്ലപ്പെടുന്നത്. അതുകൊണ്ടാണ് കടുത്ത തീരുമാനങ്ങൾ ആലോചിക്കുന്നത് എന്നും ട്രംപ് പറഞ്ഞു. I'd like it to stop. I want to get it to stop. And it will not be a world war, but it will be an economic war. And an economic war is going to be bad. And it's going to be bad for Russia. And I don't want that. Now, I have to also see, because not everybody, Zelensky is not exactly innocent either, okay? It takes two people to tango. And I say it all the time. You got to get them together. I get along with Zelensky now, but we have a much different relationship because now we're not paying any money to Ukraine. Stop that. We're paying money to ourselves. What's happening is NATO is buying all of the equipment and paying in full. But even with that, forget about that. I want to get it stopped because it's a lot of lives that are being lost. ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര തുടരുന്നു എന്നുള്ളതാണ്. 11ാം ദിവസത്തിലേക്കാണ് യാത്ര കടക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് യാത്രയ്ക്കൊപ്പം ചേരുകയാണ്. അഖിലേഷ് യാദവ്, സിദ്ധരാമയ്യ, ഹേമന്ത് സോറൻ, രേവന്ത് റെഡ്ഡി, സുഖ്വീർ സിംഗ് സുഖു എന്നിവരും അടുത്ത ദിവസങ്ങളിൽ യാത്രയ്ക്കൊപ്പം ചേരും. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര തുടരുന്നത്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി യാത്രയുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ MK സ്റ്റാലിൻ കൂടി എത്തുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഇന്ത്യ സഖ്യ നേതാക്കൾ അടക്കമുള്ളവർ ഇതിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി യാത്ര അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കൂടി എത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ അഭിലാഷ്, കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പ്രചാരണ പരിപാടി കൂടിയായി മാറുകയാണ് വോട്ടർ അധികാർ യാത്ര. കാരണം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. സ്വാഭാവികമായും അടുത്ത മാസം നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അപ്പോൾ അതിന് മുന്നോടിയായാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര നടത്തുന്നത്. തേജസ്വി യാദവും ഒപ്പമുണ്ട്. പ്രധാനമായും ഈ വോട്ട് കൊള്ള തന്നെയാണ് രാഹുൽ ഗാന്ധി ഇതിൽ ഉന്നയിക്കുന്നത്. കാരണം ബീഹാറിലാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്നത്. അതിൽ വലിയ തോതിൽ ആളുകളെ കൂട്ടത്തോടെ ഒഴിവാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാണിക്കുന്നത്. ആ വിഷയങ്ങൾ തന്നെയാണ് പ്രചാരണ യോഗങ്ങളിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതും. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും BJPക്കെതിരെയും അദ്ദേഹം കടുത്ത വിമർശനം തുടരുകയും ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നടന്ന പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ആരോപണം 2012 മുതൽ ഇത്തരത്തിൽ വോട്ട് കൊള്ള BJP നടത്തുന്നുണ്ട് എന്നാണ്. കാരണം ഗുജറാത്തിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നത് ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയായത് 2012 ആ തെരഞ്ഞെടുപ്പ് മുതൽ BJP ഇത്തരത്തിൽ വോട്ടുകൊള്ള നടത്തുന്നു എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. പിന്നീട് 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രി ആയത് 2014 തെരഞ്ഞെടുപ്പിലാണ്. ആ പതിവ്, അതായത് 2012 ഗുജറാത്തിൽ എന്ത് ചെയ്ത അധികാരത്തിൽ വന്നുവോ ആ പതിവ് തന്നെ, അല്ലെങ്കിൽ ആ രീതി തന്നെ 2014 BJP ആവർത്തിച്ചു എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. അമിത്ഷാ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അടുത്ത 50 വർഷം BJP തന്നെ ഇന്ത്യ ഭരിക്കുമെന്ന്. അപ്പോൾ ഇങ്ങനൊരാൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് അതൊരു വിചിത്രമായ പരാമർശമല്ലേ എന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ബോധ്യപ്പെട്ടു എങ്ങനെയാണ് അത്തരം പരാമർശം നടത്താൻ അമിത്ഷായ്ക്ക് ധൈര്യം വന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അങ്ങനെ കമ്മീഷനെതിരെ തെരഞ്ഞെടുപ്പ് നടപടികൾ സുതാര്യമല്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ഒപ്പം BJPക്കെതിരെയും വലിയ വിമർശനം ഉന്നയിക്കുന്നു. ഏതായാലും പ്രിയങ്ക ഗാന്ധി ഇന്നലെ ഈ യാത്രയുടെ ഭാഗമായിട്ടുണ്ട്. ഇന്നും പ്രിയങ്ക ഗാന്ധി ബീഹാറിലുണ്ട്. ഇന്ന് MK സ്റ്റാലിൻ കൂടി ദർബാംഗയിൽ യാത്രയ്ക്കൊപ്പം ചേരുകയാണ്. ദർബാംഗ് മുതൽ സീതാമഢി വരെയാണ് ഇന്നത്തെ യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ നേതാക്കളെത്തും. അഖിലേഷ് യാദവ് 30-ാം തീയതിയാണ് എത്തുന്നത്. കൂടാതെ ഇന്ത്യ സഖ്യത്തിന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ യാത്രയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അഭിലാഷ്. യെസ്, രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്ര അത് 11ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സൂചിപ്പിക്കുന്ന പോലെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ടയും പ്രചാരണ വിഷയവുമാക്കി മാറ്റിയിട്ടുള്ളത് വോട്ട് ചോരി എന്നുള്ളതാണ്. ആ പ്രചാരണം കൂടുതൽ കരുത്താർജിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും മരണം 30ആയി. കൂടുതൽ ആളുകൾ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് സംശയം. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിർത്താതെ പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടമാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. പാലങ്ങളും വൈദ്യുതി ലൈനുകളും മൊബൈൽ ടവറുകളും പാടെ തകർന്നു.
കനത്ത മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട് സരോവരത്ത് യുവാവിനെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ സ്ഥലത്തെ ചെളി നീക്കി പരിശോധന നടത്തും. മരിച്ച വിജിലിന്റെ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കാടുമൂടിയ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഈ സ്ഥലത്ത് പ്രതികളെ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്കാണല്ലോ ഇപ്പോൾ പോലീസ് സംഘം തയ്യാറെടുക്കുന്നത്. പ്രതികൾ പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ അവർ സൂചിപ്പിച്ച സ്ഥലത്ത് തന്നെയല്ലേ ഇന്ന് പരിശോധന നടത്താൻ പോകുന്നത്? എത്ര മണിയോടുകൂടി ഈ പരിശോധന ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇന്നത്തെ പരിശോധന ഏറെ നിർണായകമാകുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? ഇന്ന് പരിശോധനയിൽ ഈ മൃതദേഹം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണോ പ്രതീക്ഷ? കോഴിക്കോട് സരോവരത്തായിരുന്നു യുവാവിനെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ സ്ഥലത്തെ ചെളി നീക്കി ഉള്ള പരിശോധന. മരിച്ച വിജിലിന്റെ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കാടുമൂടിയ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. അനീഷ്, ഇന്നത്തെ പരിശോധന എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? കഴിഞ്ഞ ദിവസം പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായൊരു സ്ഥലം ഇന്നലെ തന്നെ പോലീസ് മാർക്ക് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധനകൾ നടക്കുന്നത്. രാവിലെ തന്നെ നമുക്ക് കാണാം, ഈ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു മേഖലയാണ് ഈ സരോവരത്തിന്റെ ട്രേഡ് സെന്ററിനോടൊക്കെ ചേർന്നുള്ള ഒരു ഭാഗം, മർക്കസിനൊക്കെ അടുത്തുള്ള ഒരു ഭാഗമാണ്. അവിടെ വലിയ രീതിയിൽ കണ്ടൽക്കാടുകൾ വളർന്നു നിൽക്കുന്ന ചതുപ്പ് നിലമാണ് ഈ ഒരു കുറച്ചധികം സ്ഥലം. അതുകൊണ്ട് അവിടെ പോലീസ് രാവിലെ തന്നെ ഈ വെള്ളം പമ്പ് ചെയ്ത് കളയുന്നതിനുള്ള മോട്ടറുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസ് സ്ഥലം നേരത്തെ തന്നെ ബന്ദോബസ്താക്കിയിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരടക്കം സാന്നിധ്യത്തിലാണ് ഈ പരിശോധന നടത്താനായി ഒരുങ്ങിയിരിക്കുന്നത്. കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന നിഖിൽ, ദീപേഷ് എന്നിവരെ ചൊവ്വാഴ്ച ഉച്ചയോടെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇതിൽ ഈ പ്രതികളെ അടക്കം സ്ഥലത്തെത്തിച്ചാണ് പരിശോധന നടക്കുന്നത്. നേരത്തെ പ്രതികളുമായി ഈ കല്ലായി റെയിൽവേ സ്റ്റേഷനിലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപവും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആദ്യം പരിശോധനയിൽ ഈ സ്ഥലത്തു നിന്നും ഈ വിജിലിന്റെ ബൈക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ കല്ലായി പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നും ബൈക്ക് കണ്ടെത്തിയിരുന്നു. ബൈക്കിനൊപ്പം മൊബൈൽ ഫോണും കൂടി ഉപേക്ഷിച്ചു എന്നാണ് ഈ പ്രതികൾ പറഞ്ഞിരുന്നത്. പക്ഷേ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. പിന്നീടാണ് ഈ ചതുപ്പിൽ താഴ്ത്തിയ സ്ഥലം കൃത്യമായി നിർണ്ണയിക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. ഏതാണ്ട് 2019 6 വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഈ 3 പേരും, ഈ നിഖിലും ഒപ്പം വിജിലും ദീപേഷും കൂടി ഈ സ്ഥലത്ത് നിന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് അബോധാവസ്ഥയിലേക്ക് ഈ വിജില് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ 2 സുഹൃത്തുക്കളും വിചാരിച്ചത് ഒരുപക്ഷെ ഇവർ ഈ ബോധരഹിതരായി ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെ ഒരു ആഘാതത്തിൽ ഈ ബോധരഹിതനായി മാറിയിരിക്കാം എന്നാണ് കണക്കാക്കിയത്. ഇതിനുശേഷം ഇയാളെ ഉപേക്ഷിച്ച ശേഷം ഇവർ വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ പിന്നീട് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇയാൾ മരിച്ചതായി കണ്ടെത്തിയത്. ഇതേ തുടർന്ന് തൊട്ട് സമീപത്തിനുള്ള ഒരു ചതുപ്പിൽ മൃതശരീരം താഴ്ത്തിയ ശേഷം അവിടെ നിന്നും പോവുകയാണ് ഉണ്ടായതെന്ന് പ്രതികൾ പറയുന്നു. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വന്ന് പരിശോധിച്ചപ്പോൾ തലഭാഗം ഈ ചതുപ്പിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് കണ്ട് വീണ്ടും കല്ലും ഒക്കെ ഇട്ട് ഈ മൃതശരീരം ചതുപ്പിലേക്ക് ആഴ്ത്തിയ ശേഷം അവരവിടെ നിന്ന് പോവുകയാണ് ചെയ്തതെന്നും പറഞ്ഞു കൊടുത്തിരുന്നു. ഈ യുവാവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ കുടുംബത്തിൻ്റെ അംഗങ്ങൾ അവരുടെ സ്വന്തം നിലയിലും, അച്ഛനും അമ്മയൊക്കെ അവരുടെ സ്വന്തം നിലയിലും ഈ കൂട്ടുകാരായ ആളുകളെ ചോദ്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. കാരണം വീട്ടിൽ നിന്നും ബൈക്കിൽ ഈ സുഹൃത്തുക്കളോടൊപ്പമാണ് വിജിൽ ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ആവർത്തിച്ച് ചോദ്യം ചെയ്തിട്ടും ട്രെയിനിൽ കയറി വിജിൽ എവിടെയൊക്കെ പോയി എന്ന ഒരു വിവരം മാത്രമാണ് നൽകിയത്. മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് ആവർത്തിച്ച് അവർ വിശ്വസിച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ലോങ് പെൻഡിങ് കേസുകൾ, അതായത് തിരോധാന കേസുകൾ അടക്കമുള്ള ഒരുപാട് നാളുകളായി നിലനിൽക്കുന്ന കേസുകൾ പുനഃപരിശോധന നടത്തുന്നതിൻ്റെ ഭാഗമായി പോലീസ് വീണ്ടും ഈ പ്രതികളെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ദാരുണമായ ഒരു കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ആയ ആളുടെ മരണത്തിൻ്റെ ഒരു ചുരുളഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. നിലവിൽ ഈ പ്രതികൾ പറയുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനിടെ മരിച്ചുപോയ
എന്നൊക്കെ അടക്കമുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിൽ കുറച്ചുകൂടി വ്യക്തത പോലീസിന് ആവശ്യമുണ്ട്. മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ വീണ്ടും പ്രതികൾ ഒളിക്കുന്നു എന്ന ഒരു സംശയവുമുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾക്കായുള്ള പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. റവന്യൂ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ആ സ്ഥലത്തേക്ക് കടന്നു പോകുന്നതിന് നിയന്ത്രണങ്ങളുടെ പോലീസ് കർശനമായ ബന്ദോബസ്ത് തീർത്താണ് അവിടെ ഈ തെരച്ചിൽ നടത്താനായി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. കണ്ടൽ കാടുകൾ വളർന്നു നിൽക്കുന്ന ചതുപ്പ് നിലത്താണ് ഇപ്പോൾ പരിശോധന ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. തഹസീൽദാർ അടക്കമുള്ള ആളുകൾ, മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സംഘം, പോലീസിന്റെ സയന്റിഫിക് ഫോറൻസിക് സംഘം എന്നിവരുമൊക്കെ ഈ എക്സ്ഹ്യൂമേഷൻ അല്ലെങ്കിൽ മൃതദേഹം തീർച്ചയായും അനീഷ, വരും മണിക്കൂറുകളിൽ നമുക്ക് ഈ തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നിർണായകമാകാൻ പോകുന്ന പരിശോധനയാണ് നടക്കാൻ പോകുന്നത്. അതേസമയം ആലപ്പുഴയിൽ നിന്ന് അടക്കമുള്ള ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ, അത് ഹംലത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചില ട്വിസ്റ്റുകൾ ഉൾപ്പെടെയുണ്ട് എന്നുള്ളതാണ്. ആ വാർത്ത അടക്കം ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് ആണ് ഉള്ളത്. ന്യൂസ് ട്രെൻഡ്സിൽ ശ്രീജ ശ്യാം ചേരും. നമസ്കാരം.